കണ്ണൂർ കേളകത്തിറങ്ങിയ കടുവയെ പിടികൂടി. മയക്കുവെടി വെച്ചാണ് പിടികൂടിയത്. രണ്ടാഴ്ചയായി നാട്ടിൽ തുടരുന്ന കടുവയാണ് വനം വകുപ്പ് പിടികൂടിയിരിക്കുന്നത്. വിവരങ്ങളുമായി അർജുൻ PS ചേരുന്നുണ്ട്. അർജുൻ, എന്താണ് വിശദാംശങ്ങൾ? തൃശ്ശ ഏകദേശം 3:30 കടുവയെ പിടികൂടിയത്. എന്തിനാ തന്നെയും തൃശ്ശൂരിൽ നിന്നും ഡോക്ടർ എത്തിയതിനു ശേഷമാണ് ആ കടുവയെ പിടികൂടിയത്. കഴിഞ്ഞ 5 ദിവസമായി കടുവയ്ക്കായുള്ള തെരച്ചിൽ ഊർജിതമായിരുന്നു. അതായത് വനം വകുപ്പിന്റെ RRT സംഘം സ്ഥലത്തെത്തി ആ കൂടുകൾ വെക്കുകയുണ്ടായി. 3 കൂടുകളാണ് കടുവയ്ക്ക് വേണ്ടി സ്ഥാപിച്ചത്. എന്നാൽ ആ കൂടുകളിലൊന്നും ആ കടുവ കയറാത്തതിനെ തുടർന്ന് പിന്നീട് മയക്കുവെടി വെക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു. പക്ഷേ ഡോക്ടർ ഇല്ലാത്തതിന്റെ അഭാവം മൂലം മയക്കുവെടി വെക്കുന്നത് മാറ്റിവെച്ചു. വയനാട്ടിൽ നോക്കിയപ്പോൾ ഡോക്ടർ ഇല്ല. അത്തരത്തിൽ വിവിധ ജില്ലകളിൽ ഡോക്ടർ ഇല്ലാത്തതിനെ തുടർന്ന് തൃശ്ശൂരിൽ നിന്ന് ഡോക്ടർ രാജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്ന് ഇവിടെ എത്തിയിരുന്നത്. അതായത് ഇത്തരത്തിൽ അടക്കാത്തോട് എത്തിയിരുന്നത്. അതിനുശേഷമാണ് പിന്നീട് ഈ കടുവയെ വെടിവെക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നമ്മൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നതാണ്. പലതവണ കടുവയെ, അതായത് ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തെരച്ചിൽ നടക്കുന്നതിനിടയിലും പലതവണ കടുവ നാട്ടുകാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ട്. അത്തരത്തിൽ ആ നാട്ടുകാർക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളിലടക്കം ആ കടുവ ചെന്നിട്ടുമുണ്ട്. എന്തിനാ തന്നെയും ആ സമയത്തൊന്നും ഈ വനപാലകർക്ക് കടുവേനെ പിടികൂടാൻ സാധിക്കാത്തത് വലിയ രീതിയിലുള്ള ഒരു അമർഷമുണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തെ തുടർന്നാണ് ഡോക്ടറുടെ അഭാവം കൂടി തീർക്കുവാൻ തൃശ്ശൂരിൽ നിന്നും ഒരു ഡോക്ടർമാരുടെ സംഘം ഇവിടേക്ക് വരുന്നത്. അതായത് ഡോക്ടർ രാജിന്റെ നേതൃത്വത്തിലുള്ള 3 അംഗ സംഘമാണ് ഇവിടേക്ക് എത്തിയത്. പിന്നീട് പോലീസും അതുപോലെ തന്നെ വനപാലകരും ഒത്തുചേർന്നുകൊണ്ട്, ഈ ഡോക്ടർ സംഘവും ഒത്തുചേർന്നുകൊണ്ടാണ് പിന്നീട് ഈ കടുവയെ മയക്കുവെടി വെക്കുകയും 1 റൗണ്ട് മയക്കുവെടിയാണ് വെച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഒരു റൗണ്ട് മയക്കുവെടി വെച്ച ശേഷം കടുവയെ മയങ്ങിയ ശേഷം നേരെ കണ്ണവത്തേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഈ കണ്ണവത്ത് കൊണ്ടുപോയതിനു ശേഷം ഇവിടെ വെച്ച് കടുവയ്ക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഗുരുതര പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് പരിശോധിക്കും. അതിനുശേഷമായിരിക്കും പിന്നീട് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിലേക്കുള്ള ഒരു തീരുമാനം ഉണ്ടാകുക. ചിലപ്പോൾ കടുവയെ വയനാടുള്ള സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുവാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ അവിടെയും ഒരു പ്രശ്നമുണ്ട്. അവിടെയും ഈ എണ്ണത്തിലധികം കടുവകൾ ഉള്ളത് കൊണ്ട് തന്നെ അവിടേക്ക് ഈ കടുവയെ മാറ്റാൻ സാധിക്കില്ല. പിന്നീടുള്ളത് തൃശ്ശൂരേക്കാണ്. ആ തൃശ്ശൂരിലേക്ക് മാറ്റാനാണ് സാധ്യത കൂടുതലുണ്ടാവുക. എന്തിനാ തന്നെയും ഈ കണ്ണവത്ത് പരിശോധനയ്ക്ക് ശേഷമായിരിക്കും എങ്ങോട്ടാണ് കടുവയെ കൊണ്ടുപോകുക എന്നുള്ളത് തീരുമാനിക്കുക. ഈ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് വ്യക്തമാണ്, ചെറിയൊരു ക്ഷീണമുള്ള ഒരു കടുവയാണ്. എന്തിനാ തന്നെയും അതിനൊരു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ആധികാരികമായി പറയാൻ നമുക്ക് സാധിക്കില്ല. കഴിഞ്ഞ തവണ കടുവയെ പിടികൂടിയ ഒരു അവരുടെ മുൻപിൽ അത്തരത്തിലുള്ള ഒരു ചരിത്രമുണ്ട്. അതായത് കടുവയെ പിടികൂടുന്നു, കടുവ പിന്നീട് ചത്തുപോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. മാത്രമല്ല, അത് കഴിഞ്ഞതിന് ശേഷം ആ തണ്ണീർക്കൊമ്പനെ പിടികൂടുന്നു. ആ തണ്ണീർക്കൊമ്പൻ ചത്തുപോകുന്ന ചെരിയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു ജാഗ്രതയോടെയായിരിക്കും ഈ വനം വകുപ്പ് ഈ ഒരു കടുവയെ കൈകാര്യം ചെയ്യുക. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത്. എന്തിനാ തന്നെയും 10 ദിവസങ്ങൾക്ക് മുമ്പാണ്, അതായത് ഏകദേശം 10 ദിവസത്തോളമായി ഈ പ്രദേശത്ത് കറങ്ങി നടക്കുന്നു. പക്ഷെ ആദ്യമൊന്നും വനപാലകർ അത് കാര്യമായി എടുത്തില്ല. അത് കടുവയല്ല, മറ്റുള്ള എന്തെങ്കിലും ജീവിയായിരിക്കുമെന്നുള്ള നിഗമനത്തിലായിരുന്നു വനപാലകരുണ്ടായിരുന്നത്. പിന്നീട് ഇവിടെ നിന്നും ഒരു നായയെ കടിച്ച് കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും കൂടുതൽ പ്രതിഷേധമുണ്ടായത്. തുടർന്നാണ് പിന്നീട് വനംവകുപ്പ് സ്ഥലത്തെത്തുകയും നിരീക്ഷണം നടത്തുകയും ചെയ്തത്. അതായത് സ്ഥലത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുകയും അതുപോലെ തന്നെ കൂടുകൾ സ്ഥാപിക്കുകയും ചെയ്തു. ആദ്യം ഒരു കൂട് സ്ഥാപിച്ചെങ്കിലും പിന്നീട് കടുവ മറ്റൊരു സ്ഥലത്തേക്ക് മാറിയതിനാൽ അവിടെയും കൂട് സ്ഥാപിച്ചു. അങ്ങനെ 3 സ്ഥലങ്ങളിലാണ് കൂട് സ്ഥാപിച്ചത്. കടുവയെ രണ്ടാമത് കണ്ട സ്ഥലം, അതായത് ഒരു വീടിനോട് ചേർന്ന്. അർജുൻ PS, കേളകത്ത് ജനവാസ മേഖലയിൽ രണ്ടാഴ്ചയായി തുടർന്ന കടുവയാണ് ഇപ്പോൾ വനം വകുപ്പ് മയക്കുവെടി വെച്ച് പിടികൂടിയിരിക്കുന്നത്.